അവയവദാനവുമായി ബന്ധപ്പെട്ട ആ ദൗത്യം തുടർന്ന് എറണാകുളത്ത് ഇപ്പോൾ ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട്. അവിടെയുള്ള തത്സമയ ദൃശ്യങ്ങൾ വരുന്നു. അതിനുശേഷം അനന്തനിലേക്ക് എത്താം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദൗത്യം പുരോഗമിക്കുകയാണ്. എറണാകുളത്ത് നിന്നുള്ള ദൃശ്യമാണ്. എയർ ആംബുലൻസ് കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്നു. ജീവന്റെ തുടിപ്പുമായി എയർ ആംബുലൻസ് കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്നു. നേപ്പാൾ സ്വദേശിനിയായ 22 വയസ്സുകാരി പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യമാണ് നടക്കുന്നത്. വളരെ വേഗത്തിൽ ആ ദൗത്യം മുന്നോട്ട് പോകുന്നു. കൊച്ചിയിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് പറന്നു വരുന്ന എയർ ആംബുലൻസ് ഇപ്പോൾ കൊച്ചിയിലേക്ക് സ്വകാര്യ ഹോട്ടലിൻ്റെ ഹെലിപ്പാഡിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. ഹൃദയപൂർവ്വം കൊച്ചിയിലേക്ക് എത്തുകയാണ് എയർ ആംബുലൻസ്. വളരെ പ്രധാനപ്പെട്ട ദൗത്യം. സർക്കാർ ആശുപത്രിയിൽ, ജില്ലാതലത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നു. എറണാകുളത്തെ സ്വകാര്യ ഹോട്ടലിൻ്റെ ഹെലിപ്പാഡിലേക്ക് ഹൃദയവുമായി തുടിക്കുന്ന ജീവനുമായി എയർ ആംബുലൻസ് ലാൻഡ് ചെയ്യുകയാണ്. 22 വയസ്സുകാരുടെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള വലിയ ദൗത്യം. തുടിക്കുന്ന ഹൃദയവുമായി ഇതാ എയർ ആംബുലൻസ് കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്നു. അരുൺ ശങ്കർ നമുക്കുണ്ട്. അരുൺ, ഇനി എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? ഉദ്ദേശിച്ച സമയത്ത് തന്നെ എയർ ആംബുലൻസ് കൊച്ചിയിലെത്തിയോ? ഹൃദയമാറ്റിവെക്കൽ നടപടിക്രമത്തിൽ രണ്ടാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കുകയാണ്. അതായത് ആദ്യഘട്ടം ഹൃദയം ഷിബുവിൽ നിന്ന് വേർപെടുത്തുന്നതായിരുന്നു. അതിനുശേഷം ആ ഹൃദയം നേരെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. വിജയകരമായി കൊച്ചിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് വളരെ വേഗം തന്നെ ശസ്ത്രക്രിയ നടക്കുന്ന ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും.